ഹായ്. ഇടിയൻ ചന്തു. പേരില് ഒരു ഗുമ്മുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോസ്റ്റേഴ്സ് ആയിരുന്നു. ട്രെയിലർ വന്നപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ വന്നിട്ടുള്ള ട്രെയിലർ ഉണ്ട്. അത് കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പീറ്റർ ഹെയ്നാണ് ഇതിലെ ഫൈറ്റ് കൊറിയോ ചെയ്തിട്ടുള്ളത്. പീറ്റർ ഹെയ്ൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിൽ വീണ്ടും തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഇതിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇടിയൻ ചന്തു എന്ന് പറയുന്ന പേരിനോട് നീതി പുലർത്തുന്ന ഒരു സാധനവും ഇതിലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. നിരാശയാണ് ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നുന്നത്. സിനിമയിലെ നായകൻ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഉടനീളം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു പഞ്ചപാവാണ്, ജിജു ജിജു എന്ന് പറയാൻ തോന്നുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ. ഇയാളുടെ മുഖത്ത് യാതൊരു വികാരമില്ല, ആകെ ഉള്ളത് നിർവികാരതയാണ്. ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളി. ഈ ഒരു നിപ്പ്, ആര് മരിച്ചാലും ആരെ കൊന്നാലും എന്ത് സംഭവിച്ചാലും ഈ ഒരു നിപ്പ് ഇങ്ങനെ നിൽക്കും. വേറൊന്നും ഇതിലില്ല. അച്ഛൻ അമ്മേനെ തല്ലി ചതയ്ക്കാണ്, ഇയാൾ ഈ നിപ്പ് നിൽക്കും. സ്കൂളിലും കോളേജിലും പോയി കഴിഞ്ഞ പ്രശ്നമാണ്, അപ്പോഴും ഇയാൾ ഈ നിപ്പ് നിൽക്കും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനാണ് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ തന്നെ ഒരു സ്കൂളിൽ എല്ലാ സ്ഥലത്തും പുറത്താക്കിയിട്ട് അവസാനം കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇയാൾ കച്ചറ. പക്ഷെ ഇയാൾ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കില്ല, അതൊന്ന് പറഞ്ഞു തരുമെന്നാണ് ഇതിന്റെ ഡയറക്ടറോടും എഴുത്തുകാരോടും ചോദിക്കും. എവിടെയാണ് ഇയാളുടെ, എന്താണ് ഇയാളുടെ പ്രശ്നം? അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി ഒന്ന് കാണിച്ചു തരാണെങ്കിൽ സമാധാനം. 2-2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് എനിക്ക് എവിടെയും പ്രശ്നം തോന്നില്ല. ഇതൊക്കെ എല്ലാ കോളേജിലും സ്കൂളിലൊക്കെ നടക്കുന്നതാണ്. ഇങ്ങനെ ഇല്ലോടൊന്ന് പുറത്താക്കാൻ മാത്രം ഇയാൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇയാൾ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ടോ? ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിൽ ആ രീതിയിൽ കാണിക്കണ്ടേ? അങ്ങനെ പറയുന്നുണ്ട്. ഇയാൾക്ക് വെറുതെ തന്റെ നല്ല വെറുതെ ഒരു പറഞ്ഞുണ്ടാക്കിക്കാണ്. കാരണം അല്ലാതെ ഇയാൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എവിടെയും കാണിച്ചിട്ടില്ല. പുറത്താക്കുന്നുണ്ട്, എന്തിനൊക്കെയോ പുറത്താക്കുന്നുണ്ട്. എന്തിനാന്ന് മൂപ്പർക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതാണ് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്തിരിക്കുന്ന ഇടിയൻ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ. പേരിൽ മാത്രമാണ്. ഇനിയിപ്പോ ചിലപ്പോ നല്ലോണം വാരിക്കൂട്ടുണ്ട്. അടി എന്നൊക്കെ പറഞ്ഞ പീറ്റർ ഹെയ്ൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു തേങ്ങയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. പീറ്റർ ഹെയ്നൊക്കെ പരിപാടി മറന്നോ? ഇനി പീറ്റർ ഹെയ്ൻ എന്നുള്ള പേര് ഇവർ വെറുതെ ഉപയോഗിച്ചതാണോ? വേറെ ഏതെങ്കിലും ക്ലാപ്പന്മാരാണോ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു പഞ്ചും ഇല്ലാത്ത ഫൈറ്റ്. അതിന്റെ ബിൽഡപ്പ് ഒക്കെ ഓക്കെ ആയിരുന്നു. എല്ലാ സ്ഥലത്തും ഒരു ബിൽഡപ്പ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഫൈറ്റിൽ വരുമ്പോ ഇതാ എടുക്കണം, അയ്യന്റെ അമ്മ എന്ന് പറയുന്ന പോലെ സാധനം 5 പൈസക്ക് ഇല്ലാത്ത ഫൈറ്റ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ദുർഗ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. എന്റെ അമ്മോ, ഇത്രയും ചീഞ്ഞൊരു ക്യാരക്ടർ, വൃത്തികെട്ടൊരു ക്യാരക്ടർ. ആ ക്യാരക്ടറൊക്കെ എന്തിനാണ് ഇതിൽ കുത്തിരിക്കണത് എനിക്ക് അറിയില്ല. ഓരോ തവണ കാണുമ്പോഴും അല്ലെങ്കിലേ സിനിമ കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കും. അതിന്റെ ഇടയിൽ ഈ ക്യാരക്ടറിനെ കുത്തി നിറച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ചീഞ്ഞ് നാറ്റിച്ചിട്ടുണ്ട്. നല്ലൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇതിന്റെ വിഷ്വൽസ് എന്ന് പറയുന്നത്, ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് എസ്പെഷ്യലി എടുത്ത് പറയണം, കിട്ടില്ല വിഷ്വൽസ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള VFX കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഇടിയൻ ചന്തുവിന്റെയും കുറച്ച് അവിടുത്തെ ആളുകളുടെ ചെറുപ്പം കാണിക്കുന്ന സമയത്ത് ഇയാൾ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് സീൻസ് കാണിച്ചിട്ടുണ്ട്. അതും നല്ല തരക്കേടില്ലാതെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഈ കോതമംഗലം സ്കൂളിലേക്ക് എത്തുന്നത് വരെ നല്ല രസമായിരുന്നു. ഇത് പരിപാടി കൊള്ളാലോ എന്നുള്ളൊരു തോന്നല്. മാത്രമല്ല ഇതിന്റെ BGM ഒക്കെ കിടിലൻ. അതിനുശേഷം അതായത് സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ആണ് പറയണത്. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമ ഒരൊറ്റ വീഴ, ദാ കിടക്കണ് താഴെ. പിന്നെ എൻഡ് വരെ എന്താണ് ഇവര് കാണിച്ചിരുന്നത്? ഒരു കണക്ഷൻ ഇല്ലാതെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം സ്ക്രിപ്റ്റ്, ഊണ സ്ക്രിപ്റ്റ്. ഈ സാധനത്തിന് ഈ ഒരു സ്കൂളും അയാളുടെ ചുറ്റുപാടും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ ഒരു എബോ ആവറേജ് ഫീലെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമേനെയാണ് ഇങ്ങനെ നശിപ്പിച്ചിട്ടുള്ളത്. അത്ര നശിപ്പിച്ചിട്ടുണ്ട്. അത് ആ വാക്കിനെ പറയാനുള്ളൂ. അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ക്യാരക്ടർ ഇങ്ങനെ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ പോണ്, എന്തിനൊക്കെയോ അടി ഉണ്ടാവണം. ആ അടിയിലൊക്കെ ഇയാൾ വരുന്നത്, കുറെ തല്ല് വാങ്ങണം, കുറച്ച് BGM ഇടണ്. പിന്നെ കണക്ഷൻ വേണ്ടേ? ഒരു സമയത്ത് സ്കൂളിലെ കാര്യങ്ങളാണ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് വേറൊരു ഫൈറ്റ് കാണിക്കും, വേറെ സമയത്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സീൻ കാണിക്കും, അത് കഴിയുമ്പോൾ ഒരു പ്രേമം കാണിക്കും, അത് കഴിയുമ്പോൾ വീണ്ടും സ്കൂളിൽ വരും. ഒന്നും ഒരു കണക്ഷൻ ഇല്ല. നിങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ കണക്ഷൻ ഉണ്ടല്ലോ ഒന്ന് ചിന്തിക്കരുത്. ഇത് ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളാണ് ഇത് കാണിക്കുന്നത്. ഒരു കഥ കുറച്ചു നേരം പറഞ്ഞാൽ വേറൊരു കഥ, പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു കഥ. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യണ്ടേ? ഇതൊന്നുമില്ല. രസകരമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊടിക്ക് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ മികച്ചൊരു സിനിമയാക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിലും അത് തന്നെയാണ്. ഒരു ബേസ് കിട്ടിയിട്ടും ഒരു സിനിമേനെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ വലിച്ചു കീറി ഇല്ലാതാക്കാം എന്നാണ് ഇതിലൂടെ സംവിധായകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.
ഇതിന്റെ പ്രൊഡ്യൂസറും എഴുത്തുകാരും ഇതിന്റെ ക്രൂ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ മോശം ക്യാരക്ടർ. ഇതിൽ ആകെ എനിക്ക് ഒരു ബ്രില്യന്റ് കാസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൽ നായികയുടെ അനിയനായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. തൊമ്മിച്ച് നന്ദോണ് ഈ ക്യാരക്ടറിനെ വിളിക്കുന്നത്. കറക്റ്റ് എനിക്ക് പേര് ഓർമ്മയില്ല. ആ ക്യാരക്ടർ വരുന്ന സ്ഥലങ്ങൾ മുഴുവൻ അടിപൊളിയാണ്. നല്ല ആ കോമഡി കറക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കറക്റ്റ് ആ ഒരു മീറ്ററിൽ ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്തു. ആ ക്യാരക്ടർ ഒഴികെ ഒരു നല്ല ക്യാരക്ടർ പറയാനില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ നായകനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നായകനേക്കാളൊക്കെ എത്രയോ മികച്ചതായിട്ട് ചെയ്തത് ഇതിലെ നായികയുടെ റോളാണ്. നായകയുടെ റോളിന്റെ ആക്ഷൻ സീക്വൻസ് വരെ കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷെ നായകന്റെ ആക്ഷനൊക്കെ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നുള്ളൂ. എത്രയോ സിനിമയിൽ അല്ല ഇതിൽ പീറ്റർ ഹെയിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പീറ്റർ ഹെയിന്റെ ഒരു സിഗ്നേച്ചർ സാധനം പോയിട്ട് നല്ലൊരു ഫൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം വേണ്ട, അതുപോലും ഇല്ല. എനിക്ക് ഫൈറ്റ് കാണുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരണം, ഇതൊന്നും ഇല്ല ഇതില്. രോമൊക്കെ എണീറ്റ് നിന്ന് മാറി നിന്ന് തന്തക്ക് വിളിക്കണം, എന്ത് തേങ്ങയാണെന്ന് ചോദിച്ചിട്ട് അമ്മാതിരി അവസ്ഥ. അതാണ് ഇവർ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ 15 മിനിറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നിപ്പിച്ചതിന് ശേഷം ഇത് ഒന്നുമല്ലാതെ സീറോ ആക്കി കളഞ്ഞിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ജോണി ആന്റണിയുടെ ക്യാരക്ടർ ഉണ്ട്. തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, രസമായിട്ട് ഇങ്ങനെ പോയി. പക്ഷെ പുള്ളീന്റെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ഒക്കെ വളരെ മോശമാണ്. ലാൽ ഒലിക്സിന്റെ ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര ഇഡിയനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു സീന് പോലും എവിടെയും കാണിച്ചിട്ടില്ല. പുള്ളിയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ക്ലീശേ സാധനങ്ങൾ കുറേ കയറി വന്നിട്ടുള്ള ഒരു സംഭവം എന്നല്ലാതെ വേറൊന്നും അതിലില്ല. ഒരു ടീച്ചറായിട്ട് ഒരാൾ വരുന്നുണ്ട്, ചെറിയൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സാധനം കാണിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടർ, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ദുർഗ വെറുപ്പിക്കൽ, പിന്നെ ലെന തുടക്കത്തിലൊക്കെ കുറച്ച് നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടും വലിയ ആ ക്യാരക്ടർ വലിയ പ്രാധാന്യമൊന്നുമില്ല, ചെറിയ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവന്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ, പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ള ഭാഗം വളരെ നൈസായിട്ട് ചെയ്ത് പുള്ളിന്റെ വഴിക്ക് പോയി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയേണ്ടത് ചന്തു, ഒറിജിനൽ ചന്തു കേട്ടോ, ഇടിയൻ ചന്തു അല്ല, നമ്മുടെ സലീം മേട്ടന്റെ മകൻ ചന്തു. ലൂസ് അടിക്കടാ പുള്ളി വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരക്ടറിന്റെ ഒരു 70% വളരെ നന്നായിട്ട് ചെയ്തു. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ ശരിക്കും ഇടിയൻ ചന്തു ഇങ്ങേരാണ് തോന്നുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ. വില്ലൻ ക്യാരക്ടറാണ്, ഒരു തമിഴ് ക്യാരക്ടറാണ്. ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസപ്പിൽ വരുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴും ഇങ്ങനെ ആ പഞ്ച് ഭയങ്കരമായിട്ട് വന്ന ആ ഒരു ക്യാരക്ടറിന് മാത്രമാണ്. പക്ഷേ ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം ഇയാള് വെറും സീരിയൽ വില്ലനായി പോയി. വെറും സീരിയൽ വില്ലൻ. ആ വിഷ്വല് പോലും ഒരു ഭംഗിയില്ലാത്ത കുറെ സ്ഥലങ്ങള്, അനാവശ്യമായിട്ടുള്ള കുറെ സീൻസ്. പിന്നെ പുള്ളി ഒരു ബൈക്കിന്റെ പുറകിൽ തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കയ്യും കെട്ടി പോയിട്ട് ചിരിയൊക്കെ ഉണ്ട്. അത് കണ്ടോ പിന്നെ കാലിന്റെ തള്ളവരുമ്പോ തന്നെ തരിപ്പിന് വരും. ആ ചാർലി എന്ന് പറഞ്ഞാല് ഭയങ്കര ചളി. പിന്നെ ഇവരുടെ കോളേജിൽ പോലീസിൽ, ഈ നാട്ടിൽ തന്നെ പോലീസില്ല. പോലീസുകാർ ഇവന്റെ പണ്ട് ചെറുപ്പം കാണിക്കുന്ന സമയത്ത് കുറച്ച് പോലീസുകാരുണ്ട്, വേറെ എവിടെയും പോലീസില്ല. തല്ല് നടന്ന കുഴപ്പമില്ല, സ്മഗ്ലിംഗ് നടന്ന കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരെ അത്രയും വലിയ ഗുണ്ടകൾ വന്നിട്ട് അവിടെ പോലീസില്ല. ഒരുത്തിനും ഒരു പെണ്ണിന്റെ തല അറുത്ത് കൊന്നിട്ട് പോലീസില്ല, പോലീസ് പൊക്കില്ല. പോലീസിനെ സീനിൽ കാണിക്കുന്നേ ഇല്ല. ഇത്രയും സൗകര്യമുള്ളൊരു കോളേജ്, അത് എവിടെയാണ് കോളേജ്? ആ കോളേജിന്റെ പേരും കൂടി ഒന്ന് പറയാമായിരുന്നു എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഇതിന്റെ സക്സസ് മീറ്റിൽ എങ്കിലും ആ കോളേജിനെ കുറിച്ചൊന്ന് സംസാരിക്കണം പ്ലീസ്. പിന്നെ ഇതില് രമേശ് പിഷാരിന്റെ റോൾ ഗസ്റ്റ് റോളാണ്, നൈസായിരുന്നു, വളരെ നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ബാക്കി ഒന്നും കൊള്ളൂല. ഈ പടം വളരെ മോശം പടമാണ്. ഇത് വെറുതെ കളയാൻ പൈസ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് കുത്തിക്കഴിപ്പ് കാണിക്കാനൊക്കെ പൈസ ഉള്ളവർക്ക് വേണമെങ്കിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ 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 മോശം. ഇതിൽ വേറെ എന്താ പറയാനുള്ളത്? ഇത് പാട്ട്, 1-2 പാട്ടുകളുണ്ട്, അതും വലിയ മെച്ചൊന്നുമില്ല. വെറുതെ കുറെ പാടല്ലേ 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 എന്ന് നമ്മള് അല്ലമുറിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഓൾറെഡി ഇത് വെച്ചില്ലേ, കാണാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നേരിട്ട് അപ്പപ്പ അവർ ചെയ്ത് തന്നെ പരിപാടിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്തത് ഒഴിവാക്കായിരുന്നു. അടിച്ചു വിടാനെങ്കിലും പറ്റുമെങ്കിൽ OTT വരുമ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് ഇരുന്ന് കാണട്ടോ. കാരണം അടിച്ചു വിടാം, അതൊക്കെ കുറേ സീൻസ് അടിച്ചു വിടാം. അങ്ങനെ അടിച്ചിട്ട് 2.5 മണിക്കൂറിന്റെ പടം നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ വേണമെങ്കിൽ കണ്ടാൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ മേലേക്ക് 11ാമത്തെ മിനിറ്റ് ആയി ചിലപ്പോൾ ലാഗ് അടിച്ച് ഭ്രാന്ത് പിടിച്ച് താഴെ വീഴും. നല്ല വിഷ്വലും നല്ല സാധനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഈ ഒരു കഥയെ നശിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണം. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ക്രൂ. സോ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പോട്ടെ.